ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിയ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുൾഫിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വെറും 2 ചേരുവ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കുൾഫി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിലേക്ക് 1/2 ലിറ്ററോളം പാലെടുത്ത് തിളപ്പിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. പാല് തിളച്ച് നന്നായിട്ട് പൊങ്ങി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കാം. അതിനുശേഷം ഇതിലേക്ക് ബദാം പൗഡറില്ലേ, ബദാം മിൽക്കിൻ്റെ പൗഡർ, അതൊരു 3 പാക്കറ്റോളം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 10 രൂപയുടെ പാക്കറ്റ് എടുത്തത് കൊണ്ടാണ് 3 പാക്കറ്റ് പറഞ്ഞത്. വലിയ ബോട്ടിലുള്ള ബദാം മിക്സാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്താൽ മതിയാവും. ഈ 2 ചേരുവ മതി നമ്മുടെ ഈ കുൾഫി റെഡിയാക്കാനായിട്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയൊന്നും ചേർക്കേണ്ടതില്ല. ബദാം മിൽക്കിൻ്റെ ആ മിക്സില്ലേ, അതിൽ തന്നെ ഓൾറെഡി പഞ്ചസാര ഉണ്ടാവും. നട്ട്സ് ചേർക്കേണ്ടതില്ല. ഇതുപോലെ ചെറിയ പീസസായിട്ട് ബദാം കൂടെയൊക്കെ ഇതിലുണ്ടാവും കേട്ടോ. എങ്കിലും ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടാനായിട്ട് ഒരു 6-7 ബദാം എടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കൊന്ന് 15 മിനിറ്റോളം വറ്റിച്ചെടുത്തതിന് ശേഷം തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാലൂടെ തണുത്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം. ഇതും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഓൾറെഡി അറിയായിരിക്കുമല്ലോ ബദാം മിൽക്കിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന്. അപ്പോൾ ഓപ്ഷണലാണ്, വേണമെങ്കിൽ 1-2 ഡ്രോപ്സ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിനെ ഒരു ചെറിയ കുൾഫി മോഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുൾഫിക്കുള്ള ബദാം മിൽക്കില്ലേ, നമ്മൾ ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 10-15 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 10-15 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മോൾഡൊന്ന് ചെറുതായിട്ട് നനച്ചതിന് ശേഷം ഇതുപോലെ നമുക്കതൊന്ന് വേർപെടുത്തി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുൾഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 ചേരുവ മാത്രം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട്. കൂട്ടത്തിൽ ഞാൻ ഇട്ടതൊക്കെ അഡീഷണലാണ് കേട്ടോ. ചേർക്കണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ, അങ്ങനെയുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒപ്പം തന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ.